ശില്പകലാ വൈഭവത്തിന്റെ മകുടോദാഹരണമായി ഒഡീഷയുടെ കിഴക്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിന് അഭിമുഖമായി തല ഉയർത്തി നിൽക്കുന്ന ഒരു മഹാക്ഷേത്രമുണ്ട്. കൊണാർക്ക് സൂര്യക്ഷേത്രം. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ഹൈന്ദവ ക്ഷേത്രം പുരാതന ഭാരതത്തിന്റെ വാസ്തുവിദ്യ ജ്യോതിശാസ്ത്ര പ്രതിഭയുടെ മൂർത്തിഭാവമാണ്. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു എന്ന് രബീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ച ഈ സമുച്ചയം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 1984 മുതൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനു പിന്നിലെ ആശയം അതിന്റെ പേരിലുമുണ്ട്. കൊണാർക്ക് എന്ന പദം 2 സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. കോൺ എന്നും അർക്കൻ എന്നും. കോൺ എന്നാൽ കോണ്, ദിക്ക്, മൂല എന്നും അർക്കൻ എന്നാൽ സൂര്യൻ എന്നും അർത്ഥം. കിഴക്കുദിച്ച സൂര്യന്റെ ദിക്ക് അല്ലെങ്കിൽ ക്ഷേത്രം എന്ന അർത്ഥത്തിൽ ഈ പേര് അന്വർത്ഥമാണ്. പഴയ ഗംഗാരാജ്യത്തിന്റെയും ഭാരതത്തിന്റെയും കിഴക്ക് ഭാഗത്താണ് ഈ ക്ഷേത്രം. സമുദ്രയാത്രികരായ യൂറോപ്യന്മാർ കടലിൽ നിന്ന് നോക്കുമ്പോൾ കറുത്ത നിറത്തിൽ കണ്ട ഇതിന്റെ ഉയർന്ന സ്തൂപത്തെ ബ്ലാക്ക് പഗോഡ എന്ന് വിളിച്ചു. ഇതിന് നേർവിപരീതമായി പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം വെളുത്ത പഗോഡ എന്നും അറിയപ്പെട്ടു. കിഴക്കൻ ഗംഗാ രാജവംശത്തിലെ പ്രബലനായിരുന്ന നരസിംഹദേവൻ ഒന്നാമൻ എന്ന ഗാംഗേയ രാജാവാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. AD 1236 1264 ഇടയിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഇതിന്റെ നിർമ്മാണം നടന്നത്. ക്ഷേത്രം പൂർത്തിയാക്കാൻ ഏകദേശം 1200ഓളം ശില്പികൾക്ക് 12 വർഷത്തോളം സമയം വേണ്ടിവന്നു എന്നും ആ രാജ്യത്തിന്റെ 12 വർഷത്തെ വരുമാനം ഇതിനായി ചെലവഴിച്ചെന്നും പറയപ്പെടുന്നു. കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ ലോകോത്തരമാക്കുന്നത് അതിന്റെ സവിശേഷമായ രൂപകൽപ്പനയാണ്. സൂര്യദേവന്റെ ആകാശത്തിലൂടെയുള്ള യാത്രയെ പ്രതീകപ്പെടുത്തിക്കൊണ്ട് ഈ ക്ഷേത്രം ഒരു കൂറ്റൻ രഥത്തിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ രഥത്തെ 7 ശിലാകുതിരകൾ വലിക്കുന്നു. ഇത് ആഴ്ചയിലെ 7 ദിവസങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. രഥത്തിന്റെ ഇരുവശങ്ങളിലുമായി 12 വീതം ആകെ 24 കൊത്തുപണികളുള്ള കൂറ്റൻ ചക്രങ്ങളുണ്ട്. ഈ ചക്രങ്ങൾ ഒരു ദിവസത്തിലെ 24 മണിക്കൂറുകളെയും 12 മാസങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. അത്ഭുതാവഹം എന്ന് പറയട്ടെ, ഈ ചക്രങ്ങളുടെ നിലത്ത് വീഴുന്ന നിഴൽ നോക്കി സമയം കൃത്യമായി തിട്ടപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ഇവ പുരാതന ഭാരതീയരുടെ ജ്യോതിശാസ്ത്രത്തിലുള്ള അറിവിന്റെ തെളിവാണ്. പ്രധാന ക്ഷേത്ര സമുച്ചയത്തിന് 3 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഗർഭഗൃഹം അഥവാ ശ്രീകോവിൽ, അവിടെയായിരുന്നു സൂര്യദേവന്റെ പൂജാവിഗ്രഹം. ക്ഷേത്ര സോപാനം, കൂടാതെ ഇപ്പോൾ അവശേഷിക്കുന്ന ഏറ്റവും വലിയ ഭാഗമായ ജഗൻമോഹൻ മണ്ഡപം. ഇതിൽ ഈ ക്ഷേത്ര സോപാനം നിലവിൽ കാണാനില്ല. ഇതിനു പുറമെ പ്രധാന ക്ഷേത്രത്തിനു മുന്നിലായി നടനമണ്ഡപം സ്ഥിതി ചെയ്തിരുന്നു. സൂര്യനോടുള്ള ആരാധനയുടെ ഭാഗമായി ഇവിടെ നൃത്ത കലാരൂപങ്ങൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ നിർമ്മാണം കിഴക്ക് ദർശനമായാണ്. അതിസൂക്ഷ്മമായി കണക്കുകൂട്ടിയ ഈ വാസ്തുവിദ്യയുടെ ഫലമായി ഉദയസൂര്യന്റെ പ്രകാശരശ്മികൾ നേരിട്ട് പ്രധാന വിഗ്രഹത്തിന്റെ, അതായത് പ്രതിഷ്ഠയുടെ മൂർധാവിൽ പതിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കൂടാതെ സൂര്യദേവന്റെ 3 ഭാവങ്ങളായ ഉദയം, മധ്യാഹ്നം, അസ്തമയം എന്നിവ പ്രധാന ക്ഷേത്രത്തിന്റെ 3 ഭാഗങ്ങളിലായി നിർമ്മിച്ചിരിക്കുന്നു. അതിശയിപ്പിക്കുന്ന മറ്റൊരു വസ്തുത കല്ലുകൾ തമ്മിൽ യോജിപ്പിക്കാൻ സിമന്റോ കുമ്മായമോ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. ഓരോ കല്ലും പ്രത്യേക രീതിയിൽ കൂട്ടിയിണക്കിയാണ് ഈ ബൃഹത്തായ സൗധം പടുത്തുയർത്തിയത്. ക്ഷേത്ര നിർമ്മാണത്തിനായി കൊണാർക്കിന്റെ പരിസരങ്ങളിൽ ലഭ്യമല്ലാത്ത പ്രത്യേകതരം കല്ലുകളാണ് ഉപയോഗിച്ചത്. മുഗുനി കല്ല്, ലാറ്ററൈറ്റ് കല്ല്, ഖോണ്ടലൈറ്റ് കല്ല് എന്നിങ്ങനെ 3 തരം കല്ലുകൾ ഉപയോഗിച്ചു. ഇതിൽ മുഗുനിക്കല്ല് ദേവന്റെ വിഗ്രഹത്തിനും സിംഹാസനത്തിനും, ലാറ്ററൈറ്റ് കല്ല് അടിസ്ഥാന ഘടനകൾക്കും, ഖോണ്ടലൈറ്റ് കല്ല് ബാഹ്യ കൊത്തുപണികൾക്കുമാണ് ഉപയോഗിക്കപ്പെട്ടത്. സമുദ്രമാർഗവും നദീമാർഗവുമാണ് ഈ കല്ലുകൾ കൊണാർക്കിൽ എത്തിച്ചതെന്ന് കരുതുന്നു. കൊണാർക്ക് ക്ഷേത്രം ഭാരതീയ ശില്പകലയുടെ അത്ഭുതമാണ്. ഓരോ കൽപ്പാളിയിലും ദേവീദേവന്മാരുടെ രൂപങ്ങൾ, പുരാണ കഥാപാത്രങ്ങൾ, നൃത്തം ചെയ്യുന്ന അപ്സരസുകൾ, ഗന്ധർവന്മാർ, യക്ഷികൾ, പുരാണ കഥാസന്ദർഭങ്ങൾ, പോരാളികൾ, ദൈനംദിന ജീവിത മുഹൂർത്തങ്ങൾ എന്നിവയെല്ലാം അതിസൂക്ഷ്മമായി കൊത്തിവെച്ചിരിക്കുന്നു. കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ ശില്പകല അതിന്റെ വൈവിധ്യം കൊണ്ടും സൂക്ഷ്മത കൊണ്ടും ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിന്റെ അടിഭാഗത്ത് പ്രധാന സമുച്ചയത്തിന് ചുറ്റിലുമായി 2000ഓളം ആനകളുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ഇതിനു പുറമെ ക്ഷേത്രത്തിലെ ചുമർ ശില്പങ്ങളിൽ വാത്സ്യായന മഹർഷിയുടെ കാമശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ലൈംഗിക ചേഷ്ടകളും ധാരാളമായി കാണാം. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പ്രവൃത്തികൾ, ബഹുസ്ത്രീ ബഹുപുരുഷ സംഗമങ്ങൾ തുടങ്ങിയവ ഈ ശില്പങ്ങളിലുണ്ട്.
ഇവയെല്ലാം അംഗലാവണ്യം തെറ്റാതെ അതീവ സൂക്ഷ്മതയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയുടെ ഭാഗമായിരുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു നവഗ്രഹശില. ജഗൻമോഹൻ മണ്ഡപത്തിന് മുന്നിലായി സ്ഥിതി ചെയ്തിരുന്ന ഈ ശിലയിൽ നവഗ്രഹങ്ങളുടെ രൂപങ്ങൾ മനോഹരമായി കൊത്തിവെച്ചിരുന്നു. ഏകദേശം 27 ടൺ ഭാരമുണ്ടായിരുന്ന ഈ ശില ഇപ്പോൾ ക്ഷേത്രത്തിന് വെളിയിലായി സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഏകദേശം 229 അടി ഉയരമുണ്ടായിരുന്ന കൊണാർക്ക് ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിൽ 1837 തകർന്നു വീണതായി അനുമാനിക്കപ്പെടുന്നു. നിലവിൽ ജഗൻമോഹൻ മണ്ഡപം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് അവശേഷിക്കുന്നത്. ക്ഷേത്രത്തിന്റെ നാശത്തിന് കാരണമായത് എന്ത് എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിലും നാട്ടുകാർക്കിടയിലും നിരവധി ഐതിഹ്യങ്ങളും വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇവയിൽ ഏറ്റവും വിശ്വസനീയമായ ചരിത്രപരമായ വാദം AD 1568 ബംഗാൾ സുൽത്താനായിരുന്ന സുലൈമാൻ ഖാൻ ഖരാനിയുടെ മന്ത്രിയായിരുന്ന കാലാപഹാദ് ഒഡീഷയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ്. മതം മാറിയ ഒരു ഹിന്ദുവായിരുന്ന കാലാപഹാദ് കൊണാർക്ക് ഉൾപ്പെടെ ഒറീസയിലെ പല ക്ഷേത്രങ്ങളും നശിപ്പിച്ചു. ഇദ്ദേഹം ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്തെ കല്ല് നീക്കം ചെയ്തത് ക്ഷേത്രഘടനയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാനും ക്രമേണ തകരാനും കാരണമായി എന്ന് കരുതപ്പെടുന്നു. ഇതിനു പുറമെ ക്ഷേത്ര ശ്രീകോവിലിനു മുകളിൽ കാന്തിക ശക്തിയുള്ളൊരു കല്ലുണ്ടായിരുന്നുവെന്നും അത് വായുവിൽ ഉയർന്നു നിന്നിരുന്നുവെന്നും ഒരൈതിഹ്യമുണ്ട്. ഈ കാന്തിക ശക്തി മൂലം കപ്പലുകളിലെ കോമ്പസുകൾക്ക് ദിശ തെറ്റുന്നത് പതിവായിരുന്നു. ഇതുമൂലം കപ്പൽ അപകടങ്ങൾ വർദ്ധിച്ചപ്പോൾ പോർച്ചുഗീസുകാർ ക്ഷേത്രത്തിൽ കയറി കല്ലെടുത്തു മാറ്റുകയും കാന്തിക മണ്ഡലം തകർന്നതോടെ ക്ഷേത്രം നശിക്കുകയും ചെയ്തു എന്ന് ഒരു വാദമുണ്ട്. എങ്കിലും ഇതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭ്യമല്ല. ചില ചരിത്രകാരന്മാർ ക്ഷേത്രം പണി കഴിപ്പിച്ച രാജാ നരസിംഹദേവൻ ഒന്നാമന്റെ അകാലത്തിലുള്ള മരണം കാരണം നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയതും തുടർന്നുള്ള അവഗണനയും ക്ഷേത്രത്തെ തകർത്തു എന്നും വാദിക്കുന്നു. എന്നാൽ രാജാവ് AD 1282 വരെ ഭരണം നടത്തിയതിന് തെളിവുകളുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിലെ പാകപ്പിഴകളും നാശത്തിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊണാർക്കിൽ പ്രചാരമുള്ള ഒരു നാട്ടറിവ് ധർമ്മപാദരുടെ ഐതിഹ്യമാണ്. ക്ഷേത്രത്തിനു മുകളിൽ ശില ഉറപ്പിക്കാൻ പ്രധാന ആശാരിയായ ബിസു മഹാറാണ ഉൾപ്പെടെയുള്ളവർക്ക് സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ 12-കാരനായ മകൻ ധർമ്മപാദർ അവിടെ എത്തി ബുദ്ധി ഉപയോഗിച്ച് ശില യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു. എന്നാൽ ഈ കർമ്മത്തിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ക്ഷേത്രത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ധർമ്മപാദർ ജീവൻ വെടിഞ്ഞതെന്നാണ് വിശ്വാസം. ഭൂകമ്പം, ചുഴലിക്കാറ്റ്, സമുദ്രത്തിൽ നിന്ന് വീശുന്ന ഉപ്പുകാറ്റ് എന്നിവയും ക്ഷേത്രത്തിന്റെ നാശത്തിന് കാരണമായി കണക്കാക്കപ്പെടുന്നു. സമുദ്രത്തിൽ നിന്നുള്ള ഉപ്പുകാറ്റ് ശിലാസൗധത്തെ കാർന്നു തിന്നതായി ഇന്നും അനുഭവപ്പെടുന്നു. പുരാതന കാലത്ത് കൊണാർക്ക് ഒരു പ്രധാന തുറമുഖം കൂടിയായിരുന്നു. പൗരാണിക ഭൗമശാസ്ത്രജ്ഞനായ ടോളമി ഈ പ്രദേശത്തെ കന്നഗർ എന്ന പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളോളം ബംഗാൾ ഉൾക്കടലിലെ സുപ്രധാന തുറമുഖമായി കൊണാർക്ക് നിലനിന്നു. കൊണാർക്ക് ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകിയിരുന്ന ചന്ദഭാഗ എന്ന പുണ്യനദി ഇപ്പോൾ ഒരു ചെറിയ തടാകമായി ഇവിടെ അവശേഷിക്കുന്നു. കൊണാർക്ക് ക്ഷേത്രം തകർന്നതിനെ തുടർന്ന് ഇവിടെ സൂര്യാരാധന പൂർണ്ണമായി നിലയ്ക്കുകയും കാലക്രമേണ പ്രദേശം വിസ്മരിക്കപ്പെടുകയും കാടുപിടിക്കുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ക്ഷേത്രം ഒരു അസ്ഥിപഞ്ജരമായി. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഈ സ്ഥലം ഏറ്റെടുക്കുകയും സംരക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വൈദേശിക ആക്രമണങ്ങളെ ഭയന്ന് പുരിയിലെ പാണ്ഡ്യവംശജർ മണ്ണിൽ കുഴിച്ചിട്ട സൂര്യവിഗ്രഹത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നു. വിഗ്രഹം പിന്നീട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിനുള്ളിലെ ഇന്ദ്രക്ഷേത്രത്തിൽ സ്ഥാപിച്ചുവെന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ സുന്ദരമായ വിഗ്രഹം ഇപ്പോഴും കൊണാർക്കിന്റെ പരിസരത്ത് മണ്ണിനടിയിൽ കിടക്കുന്നുവെന്നും വാദങ്ങളുണ്ട്. നിലവിലെ സംരക്ഷണ രീതിയുടെ പ്രധാന സവിശേഷത പ്രധാന ക്ഷേത്രമായ ജഗൻമോഹൻ മണ്ഡപം ഇടിഞ്ഞു വീഴാതിരിക്കാനായി ഉൾഭാഗം കല്ലും മണ്ണും നിറച്ച് അടച്ചിരിക്കുകയാണ് എന്നതാണ്. കൂടാതെ ക്ഷേത്രഘടനയെ താങ്ങി നിർത്താൻ ഇരുമ്പ് പൈപ്പുകളും ഉപയോഗിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടായിരുന്ന 22 ഉപക്ഷേത്രങ്ങളിൽ ഇപ്പോൾ വൈഷ്ണവ ക്ഷേത്രവും മായാദേവി ക്ഷേത്രവും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇന്ന് കൊണാർക്ക് സൂര്യക്ഷേത്രം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇന്ത്യയുടെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ വരെ ഈ ക്ഷേത്രത്തിന്റെ ചിത്രം മുദ്രണം ചെയ്തിട്ടുണ്ട്. കൊണാർക്ക് സൂര്യക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ്. പ്രഭാതത്തിലും സായാഹ്നത്തിലും ഈ ശിലാസൗധം അതിമനോഹരമായ ഭാവം കൈക്കൊള്ളുന്നതിനാൽ ഈ സമയങ്ങളിൽ സന്ദർശനം നടത്തുന്നത് മികച്ച അനുഭവമായിരിക്കും.